ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 31-ാമത്തെ തിരുവചനം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. തീർത്തും ന്യായമായ ഒരു കാര്യം. ഈ ചെറിയ ജീവിതത്തിൽ നാം എല്ലാവരിൽ നിന്നും സ്നേഹവും കരുണയും നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള നാം ഓരോരുത്തരോടുമായി കർത്താവ് പറയുന്ന ഒരു ഗോൾഡൻ റൂൾ എന്താണ്? ആ സുവർണ നിയമത്തിൻ്റെ സാരാംശം. നിന്നോടൊരാൾ എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ നീയും മറ്റുള്ളവരോട് പെരുമാറണമെന്ന ഗോൾഡൻ റൂൾ. മറ്റുള്ളവർ നമ്മളോട് ആദരവോടെ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നാം മറ്റുള്ളവരോട് ആദരവോടെ സംസാരിക്കുക. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ നാമും മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുക. നാം സഹായം പ്രതീക്ഷിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുവാൻ പരിശീലിക്കുക. അങ്ങനെ മറ്റുള്ളവർ എങ്ങനെ നമ്മളോട് പെരുമാറണം എന്ന് നാം ആഗ്രഹിക്കുന്നുവോ അങ്ങനെ നാം അവരോട് പെരുമാറുവാൻ പരിശ്രമിക്കുക. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി വീഴ്ചകളിൽ കുറ്റം പറയാതെ നമ്മുടെ പോരായ്മകളെ ഉൾക്കൊണ്ട് നമ്മുടെ കഴിവുകേടിനെ നിരുത്സാഹപ്പെടുത്താതെ ചെറിയ കഴിവുകളെ ചെറിയ അറിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ നമ്മുടെ ജീവിതത്തിൽ? തീർച്ചയായും നമ്മുടെ ചെറുപ്രായത്തിൽ നമ്മുടെ സ്വന്തം അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം, അല്ലേ? നമ്മുടെ വളർച്ചയിൽ എന്നും ഒരു നിഴൽ പോലെ കൂടെ നിന്ന് നമ്മുടെ വീഴ്ചകളിൽ താഴ്ചകളിൽ താങ്ങും തണലുമായിരുന്ന ഒരച്ഛനും നമുക്കുണ്ടായിരുന്നിരിക്കണം, അല്ലേ? ആ നമ്മുടെ അമ്മയുടെ സ്നേഹം, നമ്മുടെ അപ്പൻ്റെ തണൽ ഒരുപക്ഷെ നാം എല്ലാവരിൽ നിന്നും പ്രതീക്ഷിച്ചാൽ നമുക്ക് അത് ലഭിക്കണം എന്നില്ല, അല്ലേ? എന്നാൽ അങ്ങനെയുള്ള നാം ഓരോരുത്തരോടും ക്രിസ്തു പറയുകയാണ്, ആ അമ്മയുടെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, അപ്പൻ്റെ തണൽ മറ്റുള്ളവർക്ക് വിരിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായി നമ്മളോട് എങ്ങനെ മറ്റുള്ളവർ പെരുമാറണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നമ്മൾ മറ്റുള്ളവരോടും പെരുമാറുവാൻ ആവശ്യപ്പെടുന്ന യേശു. നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഈ ക്രിസ്തുവിൻ്റെ വചനം ഫോളോ ചെയ്യുന്നവരാണ് എങ്കിൽ ഈ ലോകം എത്ര മനോഹരവും മാധുര്യവുമുള്ളതുമായിരിക്കും, അല്ലേ? വളരെ സന്തുഷ്ടമായ ലോകം. ആരും ആരെയും കുറ്റം വിധിക്കാനോ ആരും ആരുമായും വഴക്കിനും വാഗ്വാദങ്ങൾക്കും പോകാതെ പരസ്പരം ബഹുമാനിച്ച് പരസ്പരം ക്ഷമിച്ച് ഒരു സ്വർഗീയ അനുഭൂതി നൽകുന്ന സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന ജീവിതത്തിൽ ഇനി എത്രയെന്നറിയാത്ത ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ നാം ഓരോരുത്തരും ഓടിത്തീർക്കുമ്പോൾ ആ നസ്രായൻ്റെ ഗോൾഡൻ റൂൾ ഫോളോ ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.